പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ ദിവസം അനുഗ്രഹത്തെ ദിവസമായി മാറട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം, ദൈവത്തെ ഏറ്റുപറയുന്നവർക്കെല്ലാം അനുഗ്രഹം കർത്താവ് തരും. ഈ അനുഗ്രഹം ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒന്നായി മാറും. ഈ വചനഭാഗം എന്ന് പറയുന്നത് പത്രോസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. യേശുവിൻ്റെ ഈ വചനഭാഗം ശ്രവിക്കുമ്പോൾ ഒത്തിരി പ്രസംഗത്തിൻ്റെ പല തലങ്ങളിൽ തമ്പുരാൻ കടന്നുപോയി വചനം പങ്കുവയ്ക്കുന്ന രീതികൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. തൻ്റെ ശ്രോതാക്കളുടെ ജീവിത പശ്ചാത്തലം അനുസരിച്ചാണ് യേശു എപ്പോഴും വചനം പറയുന്നത്. ബൈബിളിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെ ഈശോ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് യേശു വചനം പറയുന്നത്. ഇവിടെ യേശുവിന് ആഗ്രഹം എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതം ഭൂമിയിലെ ഏതാണ്ടൊക്കെ അവസാനിക്കാൻ പോവുക, ഞാൻ തിരിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാൻ പോവുക. അപ്പോൾ യേശുവിന് ആഗ്രഹം, കൂടെ ഉണ്ടാകുന്ന ശിഷ്യന്മാരൊക്കെ തന്നെ അറിഞ്ഞോ? താൻ തുടങ്ങി വെച്ച ദൗത്യം ഇവർക്ക് തുടരാൻ പറ്റുമോ? അത് മനസ്സിലാച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഈശോ ചെല്ലുക. അതെത്രയാ? കൈസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്, ഒരു സായാഹ്നമാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു. യേശു ശിഷ്യന്മാർ ചോദിച്ചു, അവരാ സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിലും വൈകുന്നേരമല്ലേ, അപ്പോൾ അതിലങ്ങോട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ തമ്പുരാൻ ചോദിച്ചു, അല്ല സഹോദരന്മാരെ, ഞാൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്, നേരിട്ട് ചോദിച്ചില്ല, അതങ്ങനെയാണ്. മറ്റുള്ളവർ എന്താ പറയുക, ഇങ്ങനെ ഓരോന്നും ചോദിച്ചു. തമ്പുരാൻ ഒരുക്കിയിട്ട് തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ ആരെന്ന് നിങ്ങൾ പറയണേ? അതാ തമ്പുരാൻ ആവശ്യം. ആ പോയിന്റിലേക്ക് തമ്പുരാൻ കൊണ്ടുവരികയാണ്. നിങ്ങൾ എന്നതാ പറയുന്നത്? ഉടനെ പത്തോസാണ് എപ്പോഴും സ്പോക്ക്മാൻ, പത്തോസാണ് എല്ലാവർക്കും കൂടി സംസാരിക്കുന്ന വ്യക്തി. പത്തോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. മതി പ്രിയമുള്ളവരെ, താൻ ആരെന്ന് എൻ്റെ ശിഷ്യന്മാർ പറഞ്ഞല്ലോ. ഉടനെ കർത്താവ് പറയേണ്ടത്, നീ അധികം അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിൻ്റെ കൊച്ചു ബുദ്ധിയിൽ പറഞ്ഞൊന്നുമല്ല, എൻ്റെ പിതാവ് എന്നിട്ട് പറഞ്ഞതാ. അങ്ങനെ പിതാവ് പറഞ്ഞതാണെങ്കിലും നീ ഏറ്റു പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, യേശു ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. നമ്മൾ ഇതുപോലെ നമ്മുടെ യേശുവിനെ ഏറ്റുപറയണം. പിന്നെ നമ്മൾ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഈ ദിവസം നാം കണ്ടുമുട്ടുന്ന മക്കൾ, നാം ജോലി ചെയ്യുന്ന സ്ഥലം, എവിടെയാണെങ്കിലും യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള ഒരു അഭിഷേകവും ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കാര്യം മറക്കരുത്, അങ്ങനെ പത്രോസ് പറഞ്ഞപ്പോൾ ആ വിശ്വാസം പ്രഘോഷിച്ചപ്പോൾ ഉടനെ അനുഗ്രഹം. അതാണ് പ്രിയമുള്ളവരെ, ആരൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ, ദൈവത്തെ മറ്റു മക്കളെ പങ്കുവയ്ക്കുമ്പോൾ അപ്പം അനുഗ്രഹം കിട്ടി. തമ്പുരാൻ പറഞ്ഞില്ല, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. മതി, തമ്പുരാൻ്റെ പള്ളി പത്രോസാന്ന പാറമേൽ പണിയുന്ന പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും സ്വർഗത്തിൻ്റെയൊക്കെ താക്കോല്, ദൈവരാജ്യത്തിൻ്റെ താക്കോല് പത്രോസിനെ ഏൽപ്പിച്ചു. എങ്കിൽ പ്രിയമുള്ളവരെ, മറക്കരുത്, യേശു എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അവനെ ഏറ്റുപറയണം. അവൻ എൻ്റെ ജീവിതത്തിൽ ആരെന്ന് നാം ഏറ്റുപറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ നമുക്കും പറയാം, നമ്മളുമായി കണ്ടുമുട്ടുന്ന മക്കൾക്ക് യേശുവിനെ കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സ്വർഗം എനിക്ക് വേണ്ടി ആ പ്രവൃത്തിയിലൂടെ മാറ്റിവെച്ച അനുഗ്രഹം തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ പ്രിയമുള്ളവരെ, യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശു തരുന്ന അനുഗ്രഹം സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന സകല മക്കൾക്കും തമ്പുരാനെ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ,
ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനം പങ്കുവയ്ക്കുന്ന മക്കളെ ഇരട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പ്രഘോഷിക്കുവാൻ കുടുംബത്തിലും സമൂഹത്തിലും എവിടെയാണോ അവിടെയെല്ലാം യേശുവിനെ പ്രഘോഷിക്കുവാൻ തമ്പുരാനെ ഈ മക്കൾക്ക് ശക്തിയും കരുത്തും അനുഗ്രഹവും അഭിഷേകവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.